ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പാലക്കാട്ടുകാരുടെ കോഴിയും കുമ്പളങ്ങയും കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് അതിന് വേണ്ടി ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് അതിലോട്ട് സവാള ചേർത്ത് കൊടുത്തു കേട്ടോ. സവാള നന്നായി ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതാ നല്ലോണം ഉടഞ്ഞു വന്ന ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്ന നേരത്ത് നമുക്ക് അതിലോട്ട് കറിവേപ്പില മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്ക് അതിലോട്ടിനി ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇതിലോട്ട് മസാലയിൽ കുറച്ച് നേരം പിടിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് കുമ്പളങ്ങയും ഇവിടെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായി ഇളക്കി കൊടുക്കണം ഇട്ടിട്ട്. ഇനി നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേകാനായിട്ട് വെക്കാം. ഇനി ഇതിക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയിൽ വലിയ ജീരകം ഇടുന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഞങ്ങൾ കുറച്ച് ഇട്ടുന്നേ ഉള്ളൂ. തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല തിള വരുമ്പോൾ ഇറക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.